എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. നല്ല സുപരിചിതമായ ഒരു വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മഹാഭാരതം നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന ചിന്താ വിഷയം വൺ ബോഡി ആൻഡ് വൺ ബാപ്റ്റിസം എന്നുള്ളതാണ്. ഇതൊരു വലിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ശരീരവും ഒരു സ്നാനവും നമുക്കറിയാം. നമ്മുടെ അയൽപക്കത്തുള്ള ഐഡിയൽ സ്ഥലത്തുള്ളതായിരിക്കുന്ന പെന്തിക്കോസ്ത് സഭകളെ പ്രത്യേകിച്ച് നാം എടുക്കുകയാണെങ്കിൽ അവിടെ ആ പെന്തിക്കോസ്ത് സഭയെ പലതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സ്നാനം ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടിയാൽ ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. സ്നാനപ്പെട്ടില്ലെങ്കിൽ, അത് മുഴുവൻ സ്നാനം ഏറ്റില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം സീരിയസ്കാരും ഇന്നുണ്ട്. പെന്തിക്കോസ്തിന്റെ ഒരു പഠിപ്പിനനുസരിച്ച് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവൻ മാത്രം. അതിന് തെളിവാണ് ആര്? ഏറ്റവും നല്ല തെളിവാണ് കർത്താവിനോട് കൂടെ ക്രൂശിച്ച കള്ളൻ. അവനോടൊപ്പം പോയി സ്നാനപ്പെട്ടവനല്ല. അവൻ ആ മോമെന്റിൽ എടുത്ത ഒരു തീരുമാനം. അവന്റെ അകത്ത് അവൻ വിശ്വസിച്ചു, ഇവൻ ദൈവമാണ്. ആ വിശ്വാസം അവന്റെ പ്രവൃത്തിയായി പുറത്തു വന്നു. അവൻ പറഞ്ഞു, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൊണ്ടുപോകണം. ആ ഒരു 2-3 മിനിറ്റ് മാത്രമേ അവൻ ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനിടയായിട്ടുണ്ട്. അവനോട് പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ പറയുന്നതാണ്, നമ്മുടെ പുറമേയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളല്ല പ്രധാനം, നമ്മുടെ അകമേയുള്ള പ്രവർത്തനം. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളും വിചാരങ്ങളും അത് തുടർന്നു വരുന്നത് അതിലേക്ക് നമുക്ക് കടന്നു വരാം. അതുകൊണ്ട് നീ 30-ാമത്തെ വയസ്സിലാണ്, 50-ാമത്തെ വയസ്സിലാണ്, മുങ്ങിയാണ്, മുങ്ങാതെയാണ് സ്നാനപ്പെട്ടത് എന്നുള്ളത് ഒരു വിഷയമല്ല. നമുക്കറിയാം, പഴയ നിയമത്തിൽ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ സ്നാനത്തിന് മുൻകുറിയേതാ? പഴയ നിയമത്തിലെ സ്നാനത്തിന് മുൻകുറിയേതാ പറഞ്ഞിരുന്നില്ല. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നത് ഒരു മുൻകുറിയാണ്. വേദപുസ്തകം പറയുന്ന മേഘത്തിന് കീഴിൽ എല്ലാവരുമായി മേഘത്തിന്റെ കീഴിൽ സ്നാനം. ഒരു തുള്ളി വെള്ളം പോലും അവരുടെ നേരത്ത് വീണില്ല. രണ്ടാമത്തെ കാര്യം, ചെങ്കടൽ കടന്നതാണ്. മുഴുവൻ മുങ്ങിയാലും എന്നാ പറ്റി? എല്ലാവരും ചത്തടിഞ്ഞി അല്ലേ? ഇസ്രായേൽ ജനത്തിന്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം പോലും വീണില്ല. പക്ഷെ അത് സ്നാനത്തിന് മുൻകുറിയായിട്ട് വെച്ചിരിക്കും. അപ്പൊ സ്നാനം എങ്ങനെയുള്ള നല്ല വിഷയം, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അന്തസത്തയെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ജ്ഞാനമാതാപിതാക്കന്മാരായിട്ട് നിന്നിട്ടുള്ളവർ എല്ലാവരും ശ്രദ്ധിച്ചാണ്. ഇവിടെ ഇരിക്കുന്ന മിക്ക പേരും കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനമാതാപിതാക്കന്മാരായിട്ട് നിന്നിട്ടുള്ളവരാണ്. നമ്മുടെ പല അനുഗ്രഹങ്ങളും തടസ്സപ്പെട്ടു പോകുന്നത് എന്താണെന്ന് അറിയാം. നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുന്ന വാഗ്ദത്തങ്ങൾ വിമർശിക്കാത്തതാണ്. എന്റെ വിഷയം അതൊന്നുമല്ല, ദൈവാത്മാവ് പറയാനായിട്ട് ഞാൻ പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ്. പല കുടുംബങ്ങളിലും പ്രാർത്ഥിച്ചിട്ടും 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 വിഷയങ്ങൾക്ക് വിടുതലില്ല. ഇവിടുത്തെ കാര്യമല്ല ചികിത്സിക്കാത്ത കാര്യമാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റവും ഒടുവിൽ ദൈവസന്നിധിയിൽ ചോദിക്കേണ്ട അവയെന്താ കാര്യം? ആ ചോദിക്കപ്പെടാൻ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് ഇതാണ് പ്രശ്നം. ഒരു കുഞ്ഞിന് ജ്ഞാനമാതാപിതാക്കന്മാരായിട്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവരെ സ്ഥിരീകരണ പോലെ അവരുടെ ഉത്തരവാദിത്തം നമുക്കാണ്. ജ്ഞാനമാതാപിതാക്കന്മാരായിട്ട് ഇവരൊക്കെ നോക്കി. നിങ്ങൾ എത്രയോ കുഞ്ഞുങ്ങൾക്ക് ഞായറാഴ്ച
കൊണ്ടുചെല്ലുന്നത് വരെ നിങ്ങളുടെ ഉത്തരവാദിത്വം. ചിലര് ശരീരത്തിന്റെ മാതാപിതാക്കളൊക്കെ പിടിച്ചെങ്കിൽ അന്ന് ഞാനാണോ നിൽക്കുന്നത്, അത് പിന്നെ ഓർക്കുന്നില്ല. പക്ഷെ ദൈവസന്നിധിയിൽ വെച്ചാൽ നിങ്ങൾ അത് ഏറ്റെടുത്തത് എന്ന് മറന്നു പോകരുത്. അത് മറന്നുപോയാൽ ദൈവസന്നിധിയിൽ അത് കടമായി നമ്മുടെ കിടക്കും, പാപമായി നമ്മുടെ കിടക്കും. അത് തലമുറയുടെ മേലെ അത് വന്നുകൊണ്ടേ ദൈവത്തിന് അതുകൊണ്ട് സ്നാനത്തിന് ജ്ഞാനമാതാപിതാക്കന്മാരായിട്ട് നിൽക്കുന്നവർ അവർ ഒന്നെങ്കിൽ നിൽക്കാതിരിക്കുക, നിൽക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം നിശ്ചയമായിട്ട് നിറവേറ്റുക, ഇല്ലെങ്കിൽ അത് ശാപമായിട്ട് തലമേൽ നിൽക്കും. മറന്നുപോകരുത്. അത് മാത്രമല്ല, ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുന്ന എല്ലാവരും പഠിക്കണം തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ ആ ഭാഗം അവിടെ വിടുകയും ദൈവത്തിന് സ്വന്തം. അതുകൊണ്ട് നമ്മുടെ ഒരു ശരീരവും ഒരു സ്നാനവുമാണ് നമുക്കുള്ളത്. എന്താണ് ഒരു ശരീരം എന്ന് പറയുന്നത്? നമ്മുടെ വിശുദ്ധ സംസർഗ ശുശ്രൂഷ ഞായറാഴ്ച നമ്മൾ അനുഷ്ഠിക്കുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ ഒരു ശരീരമാകുന്നു. ഈ അപ്പം എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന അപ്പമാണ്. ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്കായിട്ട് ഒരുക്കപ്പെട്ടതായിരിക്കുന്ന അപ്പം ക്രിസ്തുവാകുന്ന അപ്പം. അവ ആ അപ്പം ഒന്നാകുകൊണ്ട് പലരായ നാം എന്ത് ചെയ്യുക? ഒരു ശരീരമായി ദൈവത്തിന്റെ സ്തോത്രം. അതൊരു വലിയ മർമ്മമാണ്. ദൈവമക്കൾ ഒരു ശരീരമായി തീരുന്നു. പക്ഷേ ഇന്നുള്ള ദൈവമക്കള് എന്ന് അഭിമാനിക്കുന്നവർ, ഞാൻ വെറുതെ ഒന്ന് ചോദിക്കട്ടെ, ആരും ഉത്തരം പറയുന്നത്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരൊന്നും പരസ്പരം നോക്കുന്നു. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒന്നും നോക്കുന്നു. നിങ്ങൾ പരസ്പരം നോക്കിയിട്ട് ഹൃദയംഗമായി ഹൃദയത്തിൽ കൈവച്ച് ഹൃദയംഗമായി ഒന്ന് ചിരിക്കാൻ പറ്റുന്ന എത്ര പേര് ഇതിനാണ് ഇരിക്കുന്നത്? ആരും മറുപടി പറയരുത്. മുഖത്ത് നോക്കി ഹൃദയംഗമായി ദൈവസന്നിധി തെറ്റില്ല നമുക്ക് ചിരിക്കാൻ പറ്റുമോ? നമ്മളെങ്ങനെയാണ് ഒരു ശരീരമാകുന്നത്? കഴിഞ്ഞ ദിവസം സഭയില് വിശുദ്ധ സംസർഗത്തിന് മരിച്ചു പോയിരിക്കുന്നു. അകാലത്തിൽ അനേക രോഗികളായി തീർന്നിരിക്കുന്നു, അനേകരുടെ ശാപം കടന്നു വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ഹൃദയത്തിന് വിശുദ്ധിയില്ലാതെ അത് ഭക്ഷിക്കുന്നത്. സഭാമക്കളെ കുടുംബക്കാരെ കാണാൻ വേണ്ടി അല്ല ഇവിടെ വന്ന് മുട്ടുകുത്തേണ്ടത്. പിന്നെയോ ദൈവം കാണുന്നതിന് വേണ്ടി, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവരോടുള്ള നല്ല മനസാക്ഷിക്ക് വേണ്ടി. ദൈവത്തിന് സ്വന്തം കുടുംബത്തെ ആരോഗ്യമുണ്ടാക്കി, മകങ്ങളുണ്ടാക്കി, മക്കളോട് മരുമക്കളോടെല്ലാം ഭിന്നതയിൽ കാണിക്കുന്ന ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് ഇവിടെ വന്നിട്ടോ അവിടെ കുടുംബത്തിൽ ആവോടിച്ചെന്നാൽ നീ ശാപമാണ് ഭക്ഷിക്കുന്നതെന്നുള്ള ബോധ്യത്തിന്റെ സ്തോത്രം. അങ്ങനെ ചെയ്യരുത്. ചില അമ്മായിമാരൊക്കെ ഉണ്ട്, കുടുംബത്തിൽ മരുമക്കൾക്ക് ഒരു സമാധാനം കൊടുക്കില്ല, ഒരു സമാധാനം കൊടുക്കത്തില്ല. നേരെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കത്തില്ല. പക്ഷെ പള്ളിയിൽ വന്ന ഇവിടെ മുട്ടുകുത്തുന്ന കണ്ടെന്നാൽ അവരെ പോലെ വിശുദ്ധരായിരുന്നില്ലായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഴിക്കുന്നത് ശാപമാണെന്ന് മനസ്സിലാക്കണം. ഏത് ദിവസം അങ്ങനെയാണ് ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം ഏക ശരീരമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. അത് ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അംശികളാണ് ഞാനും നിങ്ങളും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ വിശ്വാസത്തോടുകൂടെ വേണം ജീവിക്കുവാൻ. ഇവിടെ എഫേസ്യർക്ക് ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസ് അതിനെക്കുറിച്ച് 4-5 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് വേഗത്തിൽ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം.
എന്താണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നതോ നിങ്ങൾ ദൈവമക്കളെന്ന പേരിന് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെന്ന പേരിന് വിളിച്ചിരിക്കുന്ന നിങ്ങൾ ദൈവമക്കളായി തന്നെ ജീവിക്കണം. പുറമേ കാണുമ്പോൾ ദൈവമക്കളുടെ രൂപവും അകത്തും ചെന്നായുടെ സ്വഭാവമായിരിക്കുന്ന പറഞ്ഞില്ല. പുറമേ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഭക്തിയുണ്ടോ, നല്ല വസ്ത്രം ധരിച്ച് ആരാധനയ്ക്ക് വരുന്നു, ദശാംശം എടുക്കുന്നു, സ്വോത്രകാഴ്ച എടുക്കുന്നു, കമ്മ്യൂണിറ്റിയിൽ പങ്കെടുക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ അകമെങ്ങനെയായിരിക്കുന്നു? നമ്മുടെ പുറമേയുള്ളതിനെ അന്തരീയം നോക്കുന്ന, അകത്തുള്ളതിനെ. അതുകൊണ്ട് ഇവിടെ പറയാനുള്ള വെളിക്ക് യോഗ്യമാണ്. നമ്മുടെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ കാണുന്നവർ നമ്മളെ കുറിച്ച് എന്നാ പറയും? നമ്മുടെ അഭിപ്രായം, നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം എന്നാ? കുടിയൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിന്റെ അലമുതാരം പോകുന്നു. അതിനപ്പുറമായിരിക്കുന്ന ഭാഷയാണോ നമ്മെ കുറിച്ച് ജനങ്ങൾ പറയുന്നത്? എന്താണ് നമ്മളെ കുറിച്ചുള്ളതായിരിക്കുന്ന സാക്ഷ്യം? അതിനാണ് പ്രധാനം. നമുക്ക് വെളിക്ക് യോഗ്യമാകണം നടക്കുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ രണ്ടാമത്തെ വാക്യം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ. വിനയവും സൗമ്യതയും ദീർഘക്ഷമയും ഇന്ന് ലോകത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. നമുക്കറിയാമല്ലോ, കൂടുമുളയ്ക്കുന്നത് പോലെ ക്രിസ്തീയ സഭകളെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഭയങ്കര പരിപാടികൾ, ആഘോഷങ്ങൾ, ആരാധനകൾ, പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം മുഴുവനും മേടിച്ചു കൊണ്ടുപോയിട്ട്, കവർന്നു കൊണ്ടുപോയിട്ട് കോടീശ്വരന്മാരായിട്ട് സുഖിച്ചു വാഴുന്നു. ദോഷന്മാരായിരിക്കുന്ന വിശ്വാസ സമൂഹമോ അതിനകത്തെ ചെന്നായ്ക്കളെ കണ്ടെത്താൻ കഴിയാതെ. എന്തുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത്? വേദപുസ്തകം പഠിക്കാത്തത്. നമുക്ക് 1947 മുമ്പ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന കത്തോലിക്ക സഭ വേദപുസ്തകം വായിക്കുവാൻ ഹൃദയത്തിന്റെ അകത്ത് പകയും വെച്ച്, കിണക്കവും വെച്ച്, ദ്വന്ദ്വപക്ഷവും വെച്ചിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരും കരുതുന്നു. അങ്ങനെ പ്രവേശനം ലഭിക്കുന്നതിനല്ല സ്വർഗം. ദൈവത്തിന് സ്വന്തമാണ്. ഈ ലോകത്തിൽ നീ സൗമ്യതയോടെ ജീവിച്ചോ, ദീർഘക്ഷമയോടെ ജീവിച്ചോ, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് മാത്രമേ അവർ ഒരുക്കിയിരിക്കുന്ന നിത്യഭാവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയൂ. അതുകൊണ്ട് ഈ അപ്പത്തിൽ നിന്നവർ പൂർണ്ണമയോട് സൗമ്യതയോട് ദീർഘക്ഷമയോട് കൂടെ നടക്കുന്നവരായിരിക്കണം. മൂന്നാമത്തെ കാര്യം, സ്നേഹത്തിൽ അന്യോന്യം കൊടുക്കണം. സ്നേഹത്തിൽ അന്യോന്യം കൊടുക്കണം. ക്ഷമിക്കാനുണ്ടോ? ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ചത്താലും ക്ഷമിക്കണ്ട. ഈ കവക്ക് കിടക്കുമ്പോൾ നീ അവിടെ പറഞ്ഞാൽ മതി, ഞാൻ ക്ഷമിക്കുമെന്ന്. ചില ഈ അമ്മായിമാരൊക്കെ പറയും, എന്റെ മരുമകളെ അല്ലെങ്കിൽ മരുമകനെ ഞാൻ മകനെ പോലെ സ്നേഹിക്കുന്നു. അങ്ങനെ പറയുന്ന അമ്മായിമാരും കൂടി ഉണ്ടോ? മരുമക്കളോട് കാര്യം പറയും, ഞാൻ എന്റെ മകളെ പോലെയാ സ്നേഹിക്കുന്നു, എന്റെ മകനെ പോലെയാ സ്നേഹിക്കുന്നു, നിന്നെ പോലെ കാണാൻ വേറെ ആരും. മുൻപൊരിക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, ഒരു അമ്മച്ചി വന്ന് പറഞ്ഞു, അച്ഛാ ഞാനുണ്ടല്ലോ എന്റെ മകളെ പോലെയാ സ്നേഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. മകളെ സ്നേഹിക്കുന്നത് മകളെ പോലെ, മരുമകളായിട്ട് കണക്കാക്കണം. എന്നിട്ട് വേണം സ്നേഹിക്കാൻ. അല്ലാത്തവർക്ക് കള്ളം വേണം, 100% കള്ളം. അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. അവരെ കരുതുവാൻ സാധ്യമായി തീരണം. ഇവിടെ വേദപുസ്തകം പറയുന്നു, എന്ത് ചെയ്യണം? നീ അന്യോന്യം പൊറുക്കണം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ്.
ഒരു പെൺകുട്ടി വിവാഹം ചെയ്ത് മുസ്ലിം പെൺകുട്ടിയാണ്. ഭവനത്തിൽ ചെന്നത് ദൈവത്തിന് ഏക ആഹാരം കഴിക്കുന്നവനാണെങ്കിൽ ഈ സ്നേഹത്തിൽ അന്യോന്യം കൊടുക്കുന്നവനായിരിക്കും. നാലാമത്തെ കാര്യം, മൂന്നാം വാക്യം, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കും. ആത്മാവിന്റെ ഐക്യത എന്താണ്? ആത്മാവിന്റെ ഐക്യത എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതുകൊണ്ട് കർത്താവിന്റെ ആത്മാവായിരിക്കണം നമ്മുടെ അകത്ത് ഉള്ളത്. കർത്താവിന്റെ ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? നാം ആദ്യം പറഞ്ഞ ഗുണഗണങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട്. സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, ദീർഘക്ഷമയുണ്ട്, പരോപകാരമുണ്ട്, ദയയുണ്ട്. ഇത് നിന്റെ ഹൃദയത്തിന്റെ അകത്തില്ലെങ്കിൽ നീ കർത്താവിന്റെ ആത്മാവിൽ ഇല്ല എന്നായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഉണ്ട് എന്ന് വെറുതെ അഭിമാനിക്കുക. ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ നിന്നിൽ ഉണ്ടായിരിക്കണം, നമ്മളിൽ ഉണ്ടായിരിക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന ഈ നന്മകളുടെ അകത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്ത് ഇല്ലെന്നുള്ളത്. ദൈവത്തിന് സ്വന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്ത് ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താ? ഇനി കർത്താവ് ആകാശത്തിൽ വന്ന് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് കേൾക്കുമ്പോൾ അതിന് തൊഴി നേരം കൊണ്ട് രൂപാന്തരം പ്രാപിച്ചോ കർത്താവിനോട് കൂടെ മധ്യാകാശത്തിലേക്ക് പറന്നു പോകും. നിങ്ങളത് മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാരാണെങ്കിൽ അവിടെ ഉയർത്തില്ല. അല്ല, ജീവിതത്തിൽ ഈ ശബ്ദം പരിശുദ്ധാത്മാവുള്ളവർ മാത്രമേ കേൾക്കുകയുള്ളൂ, അല്ലാത്ത ഒരു മനുഷ്യനോട് കേൾക്കില്ല. ആത്മാവിന്റെ ഫലങ്ങൾ നിന്റെ അകത്തില്ലെങ്കിൽ ദൈവത്തിന് സ്വന്തം ഈ ശബ്ദം കേൾക്കത്തില്ല. ഈ ശബ്ദം കേൾക്കുന്നവരെല്ലാം രൂപാന്തരം പ്രാപിച്ചു പറന്നു പോകുവാനിടയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ. അതിന്റെ നാലാമത്തെ വാക്യം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഏക പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. ഒരേ ഒരു പ്രത്യാശ ദൈവമക്കളെ സംബന്ധിച്ച് ഒരൊറ്റ പ്രത്യാശയുള്ളൂ. ആ പ്രത്യാശ എന്റെ മണവാളൻ വാനമേഘത്തിൽ വന്ന് വിളിക്കുമ്പോൾ ഞാൻ അവരോടുകൂടെ പറന്നുപോയി സന്തോഷിക്കും. അതാണ് ഒരു ദൈവവൈദ്യന്റെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവത്തിന്റെ പ്രത്യാശ? എന്റെ ജീവനായിരിക്കുന്ന ക്രിസ്തു വിളിക്കുമ്പോൾ അവരോടുകൂടെ പറഞ്ഞു നിത്യ യുഗങ്ങൾ ആ കർത്താവിനോടുകൂടെ വസിക്കുവാൻ നമുക്ക് സാധ്യമായിരിക്കും. ഇല്ലെങ്കിലും നിത്യമത മുതൽ നിൽക്കുന്നവരെയും പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഞാൻ അതിലൂടെയാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമുക്കൊരു അടുപ്പിന്റെ അടുത്ത് ഒരു ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള നീ കർത്താവ് കൊടുക്കുന്ന അഗ്നിയിൽ വസിക്കുമോ? നരകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ അധികം താമസിയാതെ ഒരു പ്രസംഗം നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലർക്കും നമുക്ക് നരകത്തെ കുറിച്ച് അറിയത്തില്ല. ചിലരൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിലെ ജീവിതം നരകം എന്താണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് നരകത്തെ കുറിച്ച് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് ഭീകരമാണ്. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് ഭീകരമാണ് നരകത്തിന്റെ അവസ്ഥ. സ്വർഗമോ വേദപുസ്തകം പറയുന്നു ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിച്ചിട്ടില്ല. പണ്ട് ഞാൻ ഈ സിനിമ കാണാനായിട്ട് പോകുമ്പോൾ
സിനിമ കാണാനൊക്കെ പോകുമ്പോ നല്ല പാട്ടിന്റെ രംഗങ്ങളൊക്കെ ഇങ്ങനെ അതിമനോഹരമായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ വെച്ച്, അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ദൈവമേ, ഒരു മനുഷ്യന് ഇത്ര മനോഹരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ ദൈവം ഒരുക്കുന്ന ആ ഭവനത്തിന്റെ ഭംഗി എന്തായി, അതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതിനെ വർണ്ണിക്കുക. അങ്ങനെ ഒരു പാട്ടുണ്ട്, സ്വർഗത്തെക്കാൾ സുന്ദരമാണ് സ്വപ്നമിരി, അവനെ പോലെ മണ്ടൻ, തിരുമണ്ടൻ ഈ ലോകത്തുള്ളോ? അവനറിയാമോ സ്വർഗത്തിന്റെ ഭംഗി എന്താണെന്ന്? ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന, ഈ ഇല്ലാതെ പോകുന്ന ഭംഗിയെ നോക്കിയിട്ട് അവരിങ്ങനെ പാടുന്നു. ഒരിക്കലും നശിക്കാത്ത ആ നിത്യനായിരിക്കുന്ന ദൈവം അവനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിത്യത മുതൽ നിത്യത വരെ ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിന്റെ ഭംഗി വർണ്ണിക്കുവാൻ അവന് കഴിയും. ദൈവത്തിന് ഇഷ്ടമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നാം ക്രിസ്തുവാകുന്ന ഏക ശരീരത്തിൽ പണിയപ്പെട്ടത്, ക്രിസ്തുവാകുന്ന ഏക അപ്പം ഭോജിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരായിരിക്കണം, ഏക ആത്മാവിൽ ജീവിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് ഇഷ്ടം. എന്തിനു വേണ്ടി? കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതി അവരോടുകൂടെ പറന്നുപോയി. അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ നിത്യ യുഗങ്ങൾ വസിക്കുവാൻ അത് സാധ്യമായി തീരണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ഒരു ശരീരവും ഒരു സ്നാനവും ഉണ്ട്. എങ്ങനെയാ ഒരു ശരീരം? കർത്താവായ യേശുക്രിസ്തുവിനെ ഭക്ഷിക്കുന്നതുകൊണ്ട് നാം ഒരു ശരീരമായി തീരുന്നു. എന്താണ് ഒരു സ്നാനം? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നാം ഏക സ്നാനത്തിന്റെ ആവശ്യങ്ങളായി തീരുന്നു. ദൈവമക്കളെ, ലോകത്തെ രക്ഷിക്കുക. നമ്മുടെ ഈ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ, ആ നിത്യഭവനം പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തത്. ദൈവത്തെ